ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ രാവിലെ സൺഡേ രാവിലെ കേട്ടോ, രാവിലെ ഞാൻ എഴുന്നേറ്റിങ്ങി പോകുന്നു. കട്ടിലെ 2 പേര് കിടക്കുക കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേക്കുവാണ്, ബ്രഷ് ചെയ്യുക കേട്ടോ. പിന്നെ ഇന്നലെ ശനിയാഴ്ച രാത്രിയിൽ പാത്രമൊക്കെ കഴുകാൻ ചെറിയ മടിയായിരുന്നതുകൊണ്ട് പാത്രം ഒന്നും കഴുകിയില്ല കേട്ടോ. അപ്പോൾ എന്നും രാത്രി പാത്രം എല്ലാം കഴുകി അടുക്കള എല്ലാം ക്ലീൻ ആക്കിയിട്ടാട്ടോ പോയി കിടക്കുന്നത്. അപ്പോൾ ഇന്നലെ മടിയായിരുന്നു, ഇന്ന് ശനിയാഴ്ച അല്ലേ, നാളെ ഞായറാഴ്ച ആണല്ലോ, ലേറ്റായി എഴുന്നേറ്റാൽ മതിയല്ലോ എന്ന് ഓർത്ത് പാത്രം ഒന്നും കഴുകിയില്ല കേട്ടോ. വല്ലപ്പോഴും കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എന്നിട്ട് ബ്രഷൊക്കെ ചെയ്തിട്ട് ഞാൻ രാവിലെ പാല് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ പാല് വാങ്ങിക്കാൻ രാവിലെ ഇങ്ങനെ നടക്കുവാണേ. അങ്ങനെ പാലൊക്കെ വാങ്ങി ഞാൻ കവറിലൊക്കെ ഇട്ട് തിരിച്ചിങ്ങനെ പതുക്കെ വീട്ടിലേക്ക് ഇങ്ങനെ നടക്കുക കേട്ടോ. ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു ഞാൻ ഇറങ്ങിയപ്പോൾ. ഞാൻ കുടയൊന്നും എടുത്തില്ല, അപ്പം നനയാൻ മാത്രം മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ പാലൊക്കെ വാങ്ങി വീട്ടിലെത്തിയേ. അങ്ങനെ പാലൊക്കെ വാങ്ങി ഞാൻ വീട്ടിലേക്ക് ഇങ്ങനെ നടന്ന് വന്ന് വീട്ടിലെത്താറായി കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ ദോശമാവൊക്കെ എടുത്ത് വെളിയിൽ വെച്ചിട്ടാണ് പോയത്. പിന്നെ വന്നു കഴിഞ്ഞ് പാത്രമൊക്കെ ഇഷ്ടംപോലെ കഴുകാനുണ്ടായിരുന്നല്ലോ, പാത്രമൊക്കെ വേഗം കഴുകി അടുക്കള ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ പാലൊക്കെ വെളിയിൽ വെച്ച് അടുക്കള ക്ലീൻ ചെയ്യാൻ പോവാം കേട്ടോ. അപ്പം ചില ദിവസം ഇങ്ങനെ മടി പിടിക്കുന്ന ദിവസമൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ചില അങ്ങനെ മടി പിടിക്കൽ പൊതുവേ കുറവാണ്, വല്ലപ്പോഴുമാണ് മടി പിടിക്കുന്നത്. അപ്പോൾ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അടുക്കള പകുതി വൃത്തിയാകുമല്ലോ. അപ്പം ഞാൻ വേഗം പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കുക കേട്ടോ. അപ്പം ഇത് നല്ല ലെങ്തുള്ള വീഡിയോ ആയിരുന്നു. ഞാൻ പിന്നെ അത് കുറച്ച് ഒരു 10-14 മിനിറ്റ് വീഡിയോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ വേഗം പാത്രമൊക്കെ കഴുകിയിട്ട് വരാം. അങ്ങനെ പാത്രമൊക്കെ കഴുകി പാലൊക്കെ മൊത്തം എടുത്ത് തിളപ്പിച്ച് വെക്കും കേട്ടോ. ഇങ്ങനെ തിളപ്പിച്ച് വെച്ചിട്ട് അതിനകത്തുനിന്ന് ഞാൻ പാൽപ്പാട എടുത്ത് മാറ്റി വെക്കാറുണ്ട് കേട്ടോ. അതിനാണ് പാൽ വാങ്ങി ഞാനിങ്ങനെ തിളപ്പിച്ച് പാത്രത്തിലാക്കി വെക്കുന്നത്. എന്നിട്ട് അത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെക്കും കേട്ടോ. പിന്നെ ദോശമാവ് എടുത്ത് വെച്ചിട്ടില്ലായിരുന്നോ, അപ്പോൾ ദോശമാവ് വെച്ച് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രമൊക്കെ അടുപ്പേ വെച്ച് ഇങ്ങനെ ചൂടായതിന് ശേഷം ദോശ ഉണ്ടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഈ സമയം നമ്മുടെ വീട്ടിൽ ആരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ഷാമികയുടെ അച്ഛനും ഒക്കെ നല്ല ഉറക്കമാണ്. 9 മണി കഴിഞ്ഞു.
അപ്പോൾ അതാ ഞാനിങ്ങനെ പതുക്കെ സൺഡേ അല്ലേ, അപ്പോൾ എല്ലാം ലേറ്റ് ആയിട്ടല്ലേ ഫുഡും കഴിക്കത്തുള്ളൂ എല്ലാം. അപ്പോൾ അതുകൊണ്ട് എല്ലാം ലേറ്റ് ആയിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസമേ. അല്ലാത്ത ദിവസങ്ങളിലെല്ലാം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകണം, സ്കൂളിലൊക്കെ പോകണ്ടേ, അപ്പോൾ അതുകൊണ്ട് എല്ലാം രാവിലെ തന്നെ തീരും. സൺഡേ ദിവസം നമ്മൾ മൊത്തം ലേറ്റ് ആട്ടോ. അപ്പോൾ ആ ദോശമാവിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ദോശ ഉണ്ടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാനിങ്ങനെ വിചാരിച്ചു, അയ്യോ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട്, ദോശയ്ക്ക് ചമ്മന്തി ആയിരുന്നേ. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കരിയാപ്പില ഇല്ലല്ലോന്ന്. പിന്നെ ഞാൻ താഴെ പോയി കരിയാപ്പില മരം കരിയാപ്പ് മരം നിൽപ്പുണ്ട് കേട്ടോ താഴെ വീട്ടിലെ. താഴെ നമ്മുടെ താമസിക്കുന്ന വീട്ടിലല്ല, നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലെ മരം മൊത്തം നമ്മൾ താമസിക്കുന്ന കോമ്പൗണ്ടിനുള്ളിലേക്കാണ് കിടക്കുന്നത്. അപ്പം ഞാൻ പിന്നെ പതുക്കെ പോയി ഒരു ചെറിയ കരിയാപ്പിലയുടെ തണ്ട് ഒടിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. എന്നിട്ട് കരിയാപ്പിലയുടെ തണ്ടൊക്കെ ഒടിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് ഞാൻ പിന്നെ ചമ്മന്തിയൊക്കെ ആക്കി അതിന് ശേഷം ഞാൻ കുളിക്കാനൊക്കെ പോയിട്ടോ. അപ്പോൾ ഇന്ന് ഷാമികൊക്കെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് വരെ എനിക്ക് വീഡിയോ എടുക്കാൻ നല്ല എളുപ്പമായിരുന്നു കേട്ടോ. കാരണം ഒച്ചയും ബഹളവും ഒന്നുമില്ല. അല്ലെങ്കിൽ ഷാമിക ഉള്ളപ്പം എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീഡിയോ എന്നെക്കൊണ്ട് എടുപ്പിക്കത്തൊന്നുമില്ലേ. അപ്പോൾ പിന്നെ ഈ സമയത്ത് ഞാൻ നല്ല കൂളായിട്ട് ഭയങ്കര റിലാക്സ് ചെയ്ത് സമയമൊക്കെ എടുത്ത് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഷാമിക മോൾ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഷാമികയ്ക്ക് മൊബൈൽ കാർട്ടൂൺ കാണാൻ വേണമെന്ന് പറഞ്ഞ് ബഹളം വെച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ മേടിച്ചുകൊണ്ട് പോയി കേട്ടോ. പിന്നെ അതിനിടയ്ക്കുള്ള വീഡിയോ ഒക്കെ കുറച്ചൊക്കെ ഞാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ദോശയൊക്കെ ഇങ്ങനെ നല്ല മൊരിച്ചിങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ക്രിസ്പി ദോശ അല്ലാത്ത ദോശയും ഉണ്ടാക്കി കേട്ടോ. 2 ടൈപ്പിലുള്ള ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ആ തേങ്ങയൊക്കെ തിരുമ്മി വെച്ചതിന് ശേഷം ഞാൻ നമ്മുടെ കറിവേപ്പില പറിക്കാൻ വേണ്ടിയിട്ട് പോവാണേ. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് നമ്മുടെ ഷാമിക മോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ എൻ്റെ കയ്യിൽ ഇരിക്കുക കേട്ടോ. മൊബൈൽ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ആളുടെ ഇതൊക്കെ അങ്ങ് മാറിപ്പോയിട്ടോ. പിന്നെ ഷാമികനെ ബ്രഷ് ചെയ്യിപ്പിച്ച് കുളിപ്പിച്ച് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഷാമികയ്ക്ക് കാപ്പി കൊടുത്തു. ഞാനും കാപ്പിയൊക്കെ കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്കത്തെ പരിപാടിയായിരുന്നു കേട്ടോ. ദോശയും ചമ്മന്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. നമ്മൾ കുക്കറിനകത്ത് ചോറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുക്കറിനകത്ത് ചോറിട്ട് വെച്ചു. സവോള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി വെക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചിക്കനകത്ത് ഞാൻ മഞ്ഞളും ഉപ്പൊക്കെ തിരുമ്മിയാണ് ഫ്രിഡ്ജിനകത്ത് വെച്ചത്. കുഞ്ഞു പാത്രത്തിൽ നമ്മുടെ ഷാമികയ്ക്ക് ഉള്ള ചിക്കൻ വറുക്കാനായിട്ടുള്ളതും ചെറിയ ചെറിയ പീസാക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടി സവോളയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിനകത്ത് ചോറൊക്കെ വിസിലൊക്കെ വന്ന് റെഡിയാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഷാമിക എഴുന്നേറ്റ് വന്ന് പിന്നെ കുറച്ച് നേരം ഷാമികയുടെ പുറകെ പോയതുകൊണ്ട് അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടിയൊക്കെ അടുപ്പേ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെന്താണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും സ്നേഹത്തോടെ ലൈക്ക് തരണം കേട്ടോ. അപ്പോൾ കമൻറ്റ് ഇടാനൊന്നും മറക്കരുതേ. അപ്പോൾ കടുകൊക്കെ ഇട്ട് കൊടുത്ത് എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് നമ്മൾ നോർമലി സാധാ ചിക്കൻ കറി കേട്ടോ വെക്കുന്നത്. സാധാ കറി വെക്കുന്ന പോലെ കറി അങ്ങ് വെക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒന്നും നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. അപ്പം ഇത് ചെറിയൊരു വ്ളോഗല്ലേ, അപ്പം എല്ലാം കൂടെ കാണിക്കണ്ടേ, അപ്പം എല്ലാം ഉൾപ്പെടുത്തണ്ടേ. അതുകൊണ്ട് ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ആട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഞാൻ ഒരുപാട് വീഡിയോ ഇങ്ങനെ എടുത്തപ്പോഴത്തേക്കും ഒരുപാട് ലെങ്ത് ഒത്തിരി കൂടിപ്പോയായിരുന്നു. അപ്പോൾ പിന്നെ ഒത്തിരി അങ്ങ് ലെങ്തായ പിന്നെ എല്ലാവരും കാണത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ കുറേ ലെങ്ത് ഇങ്ങനെ കുറച്ച് വന്ന് അവസാനം ഒരു 14 മിനിറ്റൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം മാക്സിമം ഞാൻ കുറച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ ലെങ്തൊക്കെ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ വഴറ്റി നമ്മുടെ ഫ്രഷ് കറിവേപ്പിലയൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലയൊക്കെ ഇട്ട് സവോളയൊക്കെ നന്നായിട്ട് വഴറ്റി. ഈ സമയം ഞാൻ നമ്മുടെ ഷാമിക എന്നാടുക്കുവാന്നൊന്ന് നോക്കാൻ പോയേ. ഹലോ, ഒരു ഹായ് തന്നേക്ക്.
ഒരു ഹായ് തരാൻ പറഞ്ഞിട്ട് തന്നില്ല കേട്ടോ. ബെഡേൽ ഇരുന്നുകൊണ്ട് എന്തൊക്കെയോ ഭയങ്കര പടമൊക്കെ വരയ്ക്കുവാണേ. അപ്പോൾ ആ ഒരു പാവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പാവയ്ക്ക ഉണ്ടായിരുന്നുള്ളേ, അത് തോരൻ വെക്കാൻ വേണ്ടിയിട്ടാട്ടോ. മെഴുക്കുരട്ടി വെച്ചാൽ കുറച്ചല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ കൂട്ടുകാരെല്ലാം വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണേ. അങ്ങനെ പാവയ്ക്കൊക്കെ അതാ വേഗം വേഗം ഇങ്ങനെ അരിഞ്ഞെടുക്കും കേട്ടോ. കയ്യോറ ഇല്ലാത്തതുകൊണ്ട് എനിക്കിങ്ങനെ അരിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ അരിഞ്ഞെടുത്തു. അതിങ്ങനെ കട്ടിംഗ് ബോർഡിൽ വെച്ച് ഇങ്ങനെ തോരൻ വെക്കാൻ അരിഞ്ഞ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ഇങ്ങനെ കുനുകുന അരിയുമ്പോൾ പാവയ്ക്കൊക്കെ തോരൻ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പാവയ്ക്കായും അതുപോലെ തന്നെ പല തോരൻ വയ്ക്കുന്ന പല സാധനങ്ങളൊക്കെ ഇല്ല, അതിങ്ങനെ കട്ടിംഗ് ബോർഡിലും മറ്റേ ഇതിലൊക്കെ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുത്താലും വലിയ ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അത് നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കൊത്തി അരിയുമ്പോഴത്തേക്കിന് കറി വയ്ക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ തോരൻ കറി ബീട്രൂട്ടൊക്കെ ആണെങ്കിലും ഇങ്ങനെ തോരനൊക്കെ വെക്കുമ്പോൾ കൈകൊണ്ട് ഇങ്ങനെ കൊത്തി അരിഞ്ഞായിരിക്കും ഞാൻ തോരൻ വെക്കുന്നത്. അപ്പം അതാ നമ്മുടെ സവാളയൊക്കെ വരണ്ട് തക്കാളിയൊക്കെ വരണ്ടതിനകത്തേക്ക് നമ്മുടെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ശാമിക വന്ന് കട്ടിലേന്ന് എഴുന്നേറ്റ് വന്നിട്ട് മൊബൈൽ വേണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തിരുന്ന് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് കൈ എത്തി പിടിക്കുക കേട്ടോ. അപ്പോൾ ജനലിൻ്റെ മുകളിൽ വെച്ചേക്കുന്നതുകൊണ്ട് ആൾക്ക് കൈ എത്തുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് ചിക്കൻ കറിയൊക്കെ അടുപ്പയിൽ വെച്ച് പിന്നെ തോരൻ കറിയും കൂടെ അങ്ങ് അടുപ്പയിലോട്ട് വെച്ചു കേട്ടോ. പെട്ടെന്ന് തേങ്ങയൊക്കെ തിരുമ്മി തോരൻ കറിയും കൂടെ അപ്പുറത്ത് അടുപ്പിൽ വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് തുണി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അലക്കിയിട്ടത്. അപ്പം മഴയായതുകൊണ്ട് തുണിയൊന്നും ഉണങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് കുറച്ച് വെയിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വെയിലൊക്കെ കുറച്ച് വന്നതുകൊണ്ട് ഞാനും ശാമികയും കൂടെ ടെറസിൻ്റെ മേളിൽ അലക്കിയിട്ട തുണിയൊക്കെ ഒന്ന് എടുത്ത് വെയിലത്തിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുമായിരുന്നു കേട്ടോ. ഞാൻ തുറക്കാം. തുണിയൊക്കെ മേളിൽ കൊണ്ടിട്ട് വന്നതിന് ശേഷം കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സൺഡേ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വൈകുന്നേരം ചോറൊക്കെ കഴിച്ചതിന് ശേഷം വൈകുന്നേരം ഞങ്ങൾ പാർക്കിലേക്കൊക്കെ ഒന്ന് പോയി കേട്ടോ. മഴയൊക്കെ കുറഞ്ഞു. ആ സമയത്ത് മഴ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം ശാമികനെയും കൊണ്ട് പാർക്കിലൊക്കെ പോയി മാർക്കറ്റിലൊക്കെ പോയി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സൺഡേ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. നമ്മുടെ കുഞ്ഞു വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി നല്ലൊരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ.